രാംകുമാർ സാർ, ഇപ്പോൾ നമ്മൾ രണ്ടുപേരുടെ പേരാണ് ഈ കോൺഗ്രസ് പുറത്തുവിട്ട രണ്ടുപേരുടെ കാര്യങ്ങൾ മാത്രമാണ് നമ്മളൊന്ന് പരാമർശിച്ചു പോയത്. ഒന്ന് നസീർ ഹുസൈൻ, പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചുകൊണ്ട്, അത് വേറെ എങ്ങുമല്ല, കർണാടക വിധാൻസൗധയിലാണ് ഇത്തരത്തിൽ ഇയാളെ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് നസീർ ഹുസൈൻ്റെ അനുയായികൾ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിക്കുന്നത്. കർണാടക പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് 3 പേർക്കെതിരെ കേസെടുത്ത ഒരു സാഹചര്യം അന്ന് നിലവിലുണ്ട്. മറ്റൊരാൾ രാജ ബ്രാർ, അയാളെക്കുറിച്ച് നമ്മൾ പറഞ്ഞില്ല. 1984 സിഖ് കൂട്ടക്കൊലയ്ക്ക് കമൽനാഥിനെ പിന്തുണച്ചയാൾ. മാത്രമല്ല, ഖാലിസ്ഥാൻ വിഘടനവാദി ഗ്രൂപ്പുകളുമായി അഭേദ്യമായി ബന്ധം പുലർത്തുന്ന MP-യാണ് രാജ ബ്രാർ എന്ന് പറയുന്നത്. മറ്റൊരാൾ ആനന്ദ് ശർമ്മ, നമ്മുടെ ഐലൻഡുകൾ ഈ അയൽ രാജ്യങ്ങൾക്ക് കൊടുക്കാം എന്ന് യാതൊരു സംശയവുമില്ലാതെ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അടിവരയിട്ട് പറഞ്ഞ ആനന്ദ് ശർമ്മ. ഇവരെയൊക്കെയാണ് നമ്മളിപ്പോൾ നമ്മുടെ വക്താക്കളായി വിദേശ രാജ്യങ്ങളിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത്. സ്വാഭാവികമായും ഇവരുടെ കൂറ് എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അതുമാത്രമല്ല, ഇവരെ നിർദ്ദേശിച്ചിരിക്കുന്ന ആളെക്കുറിച്ചുകൂടി നമ്മളൊന്ന് പ്രസ്താവിക്കുന്നത് ശരിയായിരിക്കും. എൻ്റെ സുഹൃത്ത് ശ്രീ ശിവശങ്കരൻ കുറേയൊക്കെ പറഞ്ഞു, പിന്നെ അവതാരികയും പറഞ്ഞു. ഈ 4 പേരെ നിർദ്ദേശിച്ചത് വളരെ സൂചനാർഹമായ രീതിയിൽ രാഹുൽ ഗാന്ധി നേരിട്ടാണ്. അതെ, എന്താണ് രാഹുൽ ഗാന്ധിക്ക് ഈ 4 പേരുടെ പേരിൽ ഇത്ര വലിയ താല്പര്യം? ഇതിൽ പലർക്കും ഇംഗ്ലീഷ് ഭാഷ ശരിയായി കൈകാര്യം ചെയ്യാൻ പോലും അറിയില്ല. നമ്മുടെ ശശി തരൂരിനെ പറ്റി കേരളത്തിലെ ചില നേതാക്കന്മാർ കളിയാക്കി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം ഇംഗ്ലീഷ് ഭാഷ ഞങ്ങളൊക്കെ സംസാരിക്കുക. അദ്ദേഹത്തിൻ്റെ മറ്റ് നേട്ടങ്ങളൊന്നും ഇവരറിയുന്നില്ല. അദ്ദേഹം യുണൈറ്റഡ് നേഷൻസിൽ ഔദ്യോഗിക ഭാരവാഹിത്വം വഹിച്ചിരുന്ന ആളാണ്. അമേരിക്കയിൽ പോയിട്ട് നമ്മുടെ കാര്യം അവതരിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ആളാണ്. കോൺഗ്രസ്സുകാരനാണെന്നുള്ള ഏക കാരണം കൊണ്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാതിരുന്നെങ്കിൽ അത് രാഷ്ട്രീയമായ പപ്പരത്തോ അല്പത്വമായി കാണുമായിരുന്നു. മറിച്ച് ഈ 4 പേരെ തന്നെ പാകിസ്ഥാന് എതിരായി സംസാരിക്കാൻ തിരഞ്ഞെടുത്തതിൽ ഒരു വ്യക്തമായ ദുരുദ്ദേശമുണ്ട്. കാരണം കോൺഗ്രസ്സിന് സംസാരിക്കാൻ കഴിവുള്ള ഒരുപാട് പേരുണ്ട്, നന്നായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളുകളുണ്ട്, മറ്റ് ഭാഷകളും കൈകാര്യം ചെയ്യുന്ന അറിയുന്ന, അവരൊക്കെ വിട്ടുകൊണ്ട് ഈ 4 പേരെ തന്നെ തുഗ്ലക് റോഡിൽ താമസിക്കുന്ന നേതാവ് തിരഞ്ഞെടുത്തത് പ്രത്യേകം സൂചനാർഹമാണ്. അദ്ദേഹത്തിന് എന്തോ ലക്ഷ്യമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചെലവിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രചരണം നടത്താൻ എന്ന പേരിൽ പോയി മറ്റ് കാര്യങ്ങൾ നടത്തി വരാൻ ഒരു സന്ദർഭം കൂടി അദ്ദേഹം ഉപയോഗിക്കില്ല എന്ന് സംശയിക്കണം. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ കോൺഗ്രസ് പ്രസിഡൻറ്റോ അല്ലെങ്കിൽ പാർട്ടി ആലോചിച്ചിട്ടാണ് പേരുകൾ നിർദ്ദേശിക്കേണ്ടത്. ഇന്ന് പരസ്യമായി പറഞ്ഞിരിക്കുന്നു ഇത് രാഹുൽ ഗാന്ധിയുടെ ലിസ്റ്റാണ്, അതിൽ ശശി തരൂരിൻ്റെ പേരില്ല. എന്താണ് രാഹുൽ ഗാന്ധിക്ക് ഈ 4 പേരുടെ വലിയ തിരപ്പത്തലും? ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അറിയാൻ അവകാശമുണ്ട്. എന്ന് മാത്രമല്ല, ഇന്ന് അദ്ദേഹം വളരെ ദേശദ്രോഹപരമായ ഒരു പ്രസ്താവന ഇറക്കി. നമ്മുടെ വിദേശകാര്യമന്ത്രി പാകിസ്ഥാനെ സഹായിച്ചു എന്ന് അദ്ദേഹം പറയണത്, നമ്മൾ പാകിസ്ഥാൻ്റെ ഭീകരത്താവളങ്ങൾ ആക്രമിക്കാൻ പോകുന്നെന്ന് മുൻകൂട്ടി വിവരം വിദേശകാര്യമന്ത്രി. എന്തൊരു വിഡ്ഢിത്തരമാണ് ഈ പറയുന്നത്. ഇവിടെ നമ്മൾ യുദ്ധം പ്രഖ്യാപിച്ചത് പാകിസ്ഥാനെതിരായിട്ടല്ല, അതിപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. മതഭീകരതയ്ക്കെതിരായ നീക്കങ്ങളാണ് നമ്മുടെ സൈന്യം നടത്തിയത്. ഇത് കഴിഞ്ഞ ദിവസത്തെ പ്രസ് കോൺഫറൻസിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ രാജ്യത്തിന് അഭിമാനിക്കാൻ പറ്റാവുന്നൊരു വനിതാ ഓഫീസർ സോഫിയ ഖുരേഷി വ്യക്തമായി പറഞ്ഞു, ഞങ്ങളുടെ യുദ്ധം ഭീകരതയ്ക്കെതിരാണ്. എനിക്ക് ഭീകരതയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞാനൊരു മുസൽമാനാണ്, പക്ഷേ ഭീകരത ഞാൻ എതിർക്കുന്നു. നിർഭാഗ്യവശാൽ അവരെക്കുറിച്ച് ചില അനാവശ്യ പരാമർശങ്ങൾ വന്നു. അതൊരിക്കലും വരാൻ പാടില്ലാത്തായിരുന്നു. പത്രക്കാർ വളച്ചൊടിച്ച് വലിയ ഒരു പ്രശ്നമാക്കി മാറ്റിയതാണെന്ന് ഈ രാജ്യത്ത് എല്ലാവർക്കും അറിയാം. എങ്കിലും അതുപോലത്തെ ഒരു പ്രസ്താവന വരാൻ പാടില്ല. കാരണം
സോഫിയ ഖുരേഷി ഇന്ന് രാജ്യത്തിൻ്റെ അഭിമാനമായി മാറിയിരിക്കണം. ആ സോഫിയ ഖുരേഷിയെ തന്നെ പാകിസ്ഥാൻ്റെ കൊള്ളരുതായ്മകളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ കേന്ദ്ര ഗവൺമെൻറ് നിയോഗിച്ചത് വളരെ സ്തുത്യർഹമായ ഒരു കാര്യമാണ്. ഇതാണ് ഏതോ രാഷ്ട്രീയ നേതാവ് പറഞ്ഞു. പക്ഷേ അദ്ദേഹം ഉപയോഗിച്ച ഭാഷ തെറ്റിപ്പോയി, അതുകൊണ്ട് വിവാദമായി. എതിരാളികൾ സ്വാഭാവികമായിട്ടും അതിന് മുതലെടുക്കാൻ ശ്രമിക്കുന്നു. അത് നിസ്സാര സംഭവമാണ്, വെറും ചായക്കൊപ്പയിലെ കൊടുങ്കാറ്റായിട്ടത് പോകും. ഇവിടെ സൂചനാർഹമായ കാര്യം, ഇത്രയും ശ്രദ്ധാപൂർവമായ സ്തുത്യർഹമായ കാര്യങ്ങൾ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് എടുക്കുമ്പോൾ പാകിസ്ഥാന് സഹായകരമായ രീതിയിൽ പാകിസ്ഥാനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന 4 പേരെ തന്നെ തുഗ്ലക് റോഡിൽ നിന്ന് നിർദ്ദേശിച്ചത് എന്തുകൊണ്ടാണെന്ന് ഈ രാജ്യത്തെ ദേശാഭിമാനികൾ പരിശോധിക്കേണ്ട കാര്യമാണ്. പണ്ട് രാജ്യം ഭരിച്ചിരുന്നൊരു കക്ഷി, ജനങ്ങളെ ആദരിച്ചിരുന്നൊരു കക്ഷി, ജനങ്ങളെ ആരാധിച്ചിരുന്നൊരു കക്ഷി, ആ കക്ഷിയുടെ രാഷ്ട്രീയമായ ഗതികേടിനെക്കുറിച്ച് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു സൂചന നൽകാൻ കൂടി ഇത്രയും ബുദ്ധിശൂന്യമായ ഈ പ്രവൃത്തി കൊണ്ട് ഉപകാരമായി. അതാണ് ഞാൻ പറഞ്ഞ് തുഗ്ലക് റോഡിലെ നേതാവിൻ്റെ പ്രവൃത്തി ഈ രാജ്യത്തെ ജനങ്ങൾ ശരിയായ രീതിയിൽ വില കൽപ്പിക്കുന്നുണ്ട്.